ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കാരണം ചെറിയൊരു പനിയും കഫക്കെട്ടിൻ്റെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ക്യാപ്സിക്കത്തിൻ്റെ കറിയുടെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. പിന്നീട് നമ്മളതിലേക്ക് 2 ക്യാപ്സിക്കം ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഒന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിടുക. അപ്പോൾ ഇത് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. അതേ കടായിലേക്ക് തന്നെ നമ്മൾ വീണ്ടും അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പം നമ്മൾ അതിലേക്ക് 1 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സവോള ഒന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ സമയം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. മല്ലിപ്പൊടി അധികം വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പം നമ്മുടെ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ തൈര് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന സമയത്തേക്ക് നമ്മൾ വഴറ്റി വെച്ച ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവോളയും കൂടെ ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സവോളയും ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തതാണ്, അതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യുകയൊന്നും വേണ്ട. ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് തിളക്കുന്നവരെ മാത്രം സ്റ്റൗവിലേക്ക് വെച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.